എല്ലാവരും തന്നെ അധികം ആവശ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ജെഇ മെയിൻ ലെവൽ മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ എന്ന്. നമ്മൾ ഒരുപാട് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഫോണിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ലാപ്പിൽ പരീക്ഷ എഴുതി, കമ്പ്യൂട്ടറിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പരീക്ഷ ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജെഇ മെയിൻ ലെവൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും ലൈഫ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പിവൈക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ്. അപ്പോൾ ശരിക്കും ഒരു റിയൽ ടൈം എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ജെഇ മെയിൻ എക്സാം നടത്തുന്നത്, ആ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഫെസിലിറ്റി NTA തന്നെ ഒരുക്കി തരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, ജെഇ മെയിൻ NTA മോക്ക് എക്സാം. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തു, മോക്ക് ടെസ്റ്റ്. ഇവിടെ ഏത് പരീക്ഷയാണ്? നമ്മൾ ജെഇ മെയിൻ പരീക്ഷയാണ് എഴുതുക. ഇതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് തന്നെ എടുത്താൽ മതി. എന്നിട്ട് പേപ്പർ, ഇപ്പോൾ ഏത് പേപ്പർ, ഏതെങ്കിലും ഒരു പേപ്പർ. ഞാനിപ്പോൾ ജാനുവരി 2020 ഷിഫ്റ്റ് 2 ആണ് എടുക്കുന്നത്. സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ്. യൂസർ നെയിം പാസ്വേഡ് അവർ തന്നെ ജനറേറ്റ് ആക്കി തരുന്നുണ്ട്. ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അതായത് ഇവിടെ വെള്ള കളർ ബോക്സിൽ കാണുന്നത് യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ ക്വസ്റ്റ്യൻ, നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല. ഇനി ഈ ഒരു കളറിൽ കാണുന്നത് യു ഹാവ് നോട്ട് ആൻസർഡ്, നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ കളറിൽ കാണിക്കുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്താലാണ്, ആൻസർ ചെയ്താലാണ്. ഇനി ഈ ഒരു വയലറ്റ് കളറിൽ കാണിക്കുന്നത് യു ഹാവ് നോട്ട് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് ഹാവ് മാർക്കഡ് ഫോർ ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ. അതായത് നമ്മൾ ചില ക്വസ്റ്റ്യൻസിൽ അത് പിന്നീട് വന്ന് ചെയ്യാന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പിന്നീട് വന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്ന് മാർക്ക് ഫോർ റിവ്യൂ ഞെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. കാരണം നമ്മൾ പരീക്ഷ ഹാൾ വായിക്കുന്നതിനേക്കാളും നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചു വന്ന് ഇതിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഫെമിലിയർ ചെയ്താൽ അത്രയും നല്ലതല്ലേ. ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യാനുണ്ട്, എന്നിട്ട് പ്രൊസീഡ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നിങ്ങളെ പേര് കാണാം, എക്സാം നെയിം, സബ്ജക്ട് നെയിം, ഇവിടെ റിമൈനിങ് ടൈം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ 59 മിനിറ്റ് 51 സെക്കൻഡ് ലെഫ്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ആവരുത്. കുറേ സമയമുണ്ട്. നമ്മൾ ആദ്യം തന്നെ അത്യാവശ്യം സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആ ഒരു ബോക്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാം. 5-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകാം, 16-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, 42-ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയാണ്. ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തു, 2. ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ അടിക്കുകയാണ്. കണ്ട, ആ ഒരു ക്വസ്റ്റ്യൻ്റെ കളർ മാറിയതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് അടിച്ചു. അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് അടിക്കുകയാണ്. സബ്മിറ്റഡ്. ഇവിടെ ഒന്നും കൂടി കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ആർ യു ഷുവർ വാണ്ട് ടു സബ്മിറ്റ് ഫോർ ഫൈനൽ മാർക്കിംഗ്, നോ ചേഞ്ചസ് വിൽ ബി അലൗഡ്. അതായത് ജസ്റ്റ് നമ്മൾ അറിയാതെ സബ്മിറ്റ് അടിച്ചു പോയാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാനും കൂടി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ നോ കൊടുത്തു എന്ന് വെച്ചോ, നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ എത്തി അല്ലേ. ചിലപ്പോൾ ഒരു കുട്ടി ഓപ്ഷൻ ചെയ്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് ആ എക്സാം ക്യാൻസൽ ആയി പോകും അല്ലേ. ഈ ഒരു കൺഫർമേഷൻ ഇല്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ജസ്റ്റ് സബ്മിറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 75 ക്വസ്റ്റ്യനിൽ 2 ആൻസർ ചെയ്തു, 3 നോട്ട് ആൻസേർഡ് ആണ്, 1 മാർക്ക് ഫോർ റിവ്യൂ ആണ്. 68 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. യെസ്, ഇതിപ്പോൾ മോക്ക് എക്സാം ആയതുകൊണ്ട് അപ്പോൾ തന്നെ റിസൾട്ടൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒരു ജെഇ മെയിൻ ലെവൽ മോക്ക് എക്സാം എഴുതേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്.